നിങ്ങളെല്ലാവരും കണ്ടതാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയും സാമൂഹ്യ മീഡിയ അല്ലാതെയുള്ള മറ്റ് മീഡിയകളും എല്ലാം കഴിഞ്ഞ 40 ദിവസമായിട്ട് ചർച്ച ചെയ്തതാണ്. തിരുവനന്തപുരത്ത് ഒരു വിമാനം പറന്നിറങ്ങി 37 ദിവസം അനങ്ങാതെ ഒരേ കിടപ്പായിരുന്നു. അപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യം, അവിടുത്തെ ലോക്ഹീഡ് മാർട്ടിനെ പോലുള്ളൊരു വലിയ കമ്പനി ഉണ്ടാക്കിയ ഒരു വിമാനം പെട്രോൾ തീർന്നിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് ഇറക്കി. നമ്മളത് വിശ്വസിച്ചു. വിമാനമല്ലേ, ചിലപ്പോൾ ഇന്ധനം തീർന്നു, ചിലപ്പോൾ ഇന്ധനത്തിന് ലീക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വിമാനത്തിന് ഇന്ധനം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എമർജൻസി ആയിട്ട് ചിലപ്പോൾ ലാൻഡ് ചെയ്തായിരിക്കും സാധ്യതയുണ്ട്. പക്ഷെ അവർ വിമാനം ലാൻഡ് ചെയ്ത് റീഫ്യൂവലിംഗ് ആണ് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈലറ്റ് അതിനകത്ത് നിന്ന് ഇറങ്ങേണ്ട കാര്യം പോലുമില്ല. റീഫ്യൂവലിങ്ങിനുള്ള പെർമിഷൻ, ഇതൊരു സൈനിക വിമാനമായതുകൊണ്ട് തീർച്ചയായിട്ടും എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ക്ലിയറൻസ് അവർക്ക് വേണം. അത് തിരിച്ചു പറക്കണമെങ്കിലും റീഫ്യൂവൽ ചെയ്യണമെങ്കിലും തിരിച്ചു പറക്കണമെങ്കിലും തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയോ അനുവാദം വേണം. അത് കിട്ടിക്കാണും. അവർ റീഫ്യൂവൽ ചെയ്തിട്ട് ആ വിമാനം പൊങ്ങുന്നില്ല. ഇപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അത് ഹൈഡ്രോളിക് ഫെയിലുവറാണ്. നമ്മളെ മീഡിയയൊക്കെ ഹൈഡ്രോളിക്കിനെയും ഫെയിലുവറേയും പറ്റിയിട്ട് മാസങ്ങളോളം ചർച്ച ചെയ്യും. ഇത് കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന് കാര്യമായിട്ടൊരു ഡാമേജ് സംഭവിച്ചു. അത് അവരെന്താണെന്ന് പുറത്തു പറയാൻ അവർക്ക് താല്പര്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇക്കാര്യത്തെ പറ്റി മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയേണ്ടത് ആദ്യം പറയേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സാണ്. ഇന്ത്യൻ എയർഫോഴ്സ് അതിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒന്നുമേ പറഞ്ഞിട്ടില്ല. ആ വിമാനം ആൾക്കാരെ കൊണ്ടുവന്നു, റിപ്പയർ ചെയ്തു, തിരിച്ചു കൊണ്ടുപോയി. നല്ല കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഒരു വിമാനം ക്രിപ്പിൾഡായി എന്ന് പറയും, അതിനകത്ത് അനങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലായി. ഒരു ഗ്രൗണ്ട് റണ്ണിന് പോലും, ഹൈഡ്രോളിക് സിസ്റ്റത്തിലല്ല, ഒരു ഗ്രൗണ്ട് റണ്ണിന് പോലും അത് എടുക്കാനോ കൊണ്ടുപോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തി. അപ്പോഴേ നമ്മൾ വിചാരിച്ചു ഇതിനെ കാളി പിടിച്ചതെന്ന് പറയും. കാളിക്ക് ഇങ്ങനെ വിമാനത്തിന് പിടിക്കുന്ന ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അങ്ങനെ ഒരു കാളി ഇന്ത്യക്കുണ്ട്.